നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈകഴുകുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ ചോദ്യം ഉന്നയിച്ച MP ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. സർ, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത്? നമ്മുടെ നെഞ്ചിലെ ഒരു വിങ്ങലായിട്ടുള്ള ഈ നിമിഷപ്രിയ പ്രശ്നത്തില് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു അലംഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് പാർലമെന്റിൽ ഉണ്ടായത്. സാധാരണഗതിയിൽ ഒരു നക്ഷത്ര ചോദ്യം വരുമ്പോൾ മന്ത്രാലയമെല്ലാം ഒരുമിച്ചിരുന്ന് ആ പ്രശ്നം പഠിച്ചിട്ടാണ് സഭയിലേക്ക് വരിക. അത്രത്തോളം ഹോംവർക്ക് ഗൃഹപാഠം മന്ത്രാലയം ചെയ്യും. ഇന്ന് ക്യാബിനറ്റ് മന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കീർത്തിവർദ്ധൻ സിംഗ് എന്ന് പറഞ്ഞ സഹമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ചാണ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി മന്ത്രാലയത്തിന്റെ മറുപടിയായിട്ട് ഇതിന്റെ കാണണം. മന്ത്രാലയത്തിന്റെ മറുപടിയിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ ഇതിൽ ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. ഇത് നിമിഷപ്രിയയുടെ കുടുംബവും അതുപോലെ കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബവും തമ്മിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നാണ് പറയുന്നത്. നിയമത്തിന്റെ യമനീസ് നിയമത്തിൽ അങ്ങനെ ഒരു ബന്ധപ്പെടൽ തന്നെ സാധ്യമല്ല. അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ലെന്നാണ് യമനീസ് നിയമത്തിലുള്ളത്. മാത്രമല്ല, നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് $40,000 കൈപ്പറ്റി യമനിലേക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് കൈമാറിയത് വിദേശകാര്യ വകുപ്പാണ്. അവിടെ ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട ദൌത്യം ഉത്തരവാദിത്വം നിർവഹിച്ചത് വിദേശകാര്യ വകുപ്പാണ്, അവിടുത്തെ എംബസിയാണ്. ഇത്രയും കാര്യങ്ങൾ വിദേശകാര്യ വകുപ്പ് ചെയ്തു എന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ബാക്കി കാര്യങ്ങളിൽ എന്തൊക്കെയാണ് വിദേശകാര്യ വകുപ്പിന്റെ ചിന്ത എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഇന്ന് മലക്കം മറിയുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. ഇത് ഒരുപക്ഷെ നമുക്കെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഉത്കണ്ഠകൾ ഇന്ന് പാർലമെന്റിൽ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം അവസാന മറുപടി പറഞ്ഞപ്പോൾ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നതാണ്. ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുന്നതാണ്. നയതന്ത്രപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ വെളിച്ചത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയേണ്ടി വന്നതെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. പക്ഷേ പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനമാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ പ്രതിഫലിച്ചത്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിലൊരു നയപരമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ തുടക്കം മുതൽ അതിനൊന്നും സ്വീകരിക്കുന്നില്ല. എന്തോ ഒരു വല്ലാത്ത രീതിയിലാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നയപരമായ തീരുമാനങ്ങൾ പോലും ഇന്ത്യ സ്വീകരിക്കാത്തതെന്ന് താങ്കൾക്ക് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ ചോദ്യം ഉന്നയിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി ഉപചോദ്യങ്ങളായി ചോദിച്ചിരുന്നു. ഒന്ന്, ഇത്തരം കേസുകളിൽ ആ മേഖലയിലൊക്കെ ബ്ലഡ് മണി നൽകിക്കൊണ്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത്. അങ്ങനെ ബ്ലഡ് മണി കൊടുത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇന്ത്യൻ എംബസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നുണ്ടോ? രണ്ട്, നമുക്കവിടെ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം ഈ നിമിഷപ്രിയുള്ളത് ഹൂത്തി റിബലുകളുടെ, അതായത് ഹൂത്തി കലാപകാരികൾക്ക് നിയന്ത്രണമുള്ള പ്രദേശത്താണ്, അവരുടെ കസ്റ്റഡിയിലാണ്. അവരുടെ മുകളിൽ അല്പ സ്വാധീനമുള്ളത് ഇറാൻ ഭരണകൂടത്തിനാണ്. മാത്രമല്ല, ഇറാൻ ഭരണകൂടം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇറാൻ ഗവൺമെന്റിന് വേണമെങ്കിൽ ഇക്കാര്യത്തിലൊരു മധ്യസ്ഥം വഹിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടി അവിടെ നിന്ന് വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി കൂടിയാണ് ഈ ഉപചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ ഈ ബ്ലഡ് മണി, അതുപോലെ ഈ ഹൂത്തി റിബലുകളുടെ മേൽ സ്വാധീനമുള്ള ഇറാൻ ഗവൺമെന്റിനെ ഇതുമായി ബന്ധപ്പെടുത്തി ഉള്ള ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കുകയാണ് ഇന്ന് ഗവൺമെന്റ് ചെയ്തത്. ഇത് വളരെയധികം അസ്വാഭാവികതയുള്ള ഒരു മറുപടിയാണ്, പ്രതികരണമാണ്. ഇതല്ല കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് മുന്നോട്ടുള്ള പ്ലാനിംഗ്? എന്തായാലും ഇന്ന് പാർലമെന്റിന്റെ മുമ്പിൽ ഈ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് മന്ത്രാലയത്തിന് കുറെ അലോസരമുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇനി വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. മാത്രമല്ല, നയതന്ത്രപരമായ ചില നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വെളിച്ചത്ത് പറയാൻ പറ്റാത്തതെന്ന് മന്ത്രി അവസാനം സമ്മതിച്ചെങ്കിൽ പോലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു നിലപാട് എടുക്കാനും നടപടികൾ കൈക്കൊള്ളാനും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർന്നും സഭയിൽ ഇത് ഉന്നയിക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇന്ന് മന്ത്രിയുടെ മറുപടിയുടെ പശ്ചാത്തലത്തിൽ
മുമ്പ് ജയശങ്കർ എനിക്ക് അയച്ചൊരു കത്തിലൊരു മറുപടിയുണ്ട്. അതിലധികം കൃത്യമായിട്ട് ഈ നിമിഷപ്രിയ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. ഇന്ത്യക്കാരുടെ വെൽഫെയർ, ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പറഞ്ഞൊരു മറുപടി എന്റെ പക്കലുണ്ട്. അതിന്ന് ഞാൻ രാജ്യസഭയിൽ ഉദ്ധരിക്കുകയും ചെയ്തു. ആ മറുപടിയുടെ ലംഘനമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മറുപടി എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മന്ത്രിയെ തിരുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് സഹമന്ത്രിയുടെ നിന്നുണ്ടായത്. എന്തായാലും ക്യാബിനറ്റ് മന്ത്രി ഇത് അറിയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്പഷ്ടമായിട്ട് കേരളത്തിന്റെ ഒരു ആംഗിളിൽ നിന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ടുള്ള കത്ത് അദ്ദേഹത്തിന് നൽകുന്നതാണ്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ പിന്നോട്ടില്ല, ഇനിയും രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കും, ഇതിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.